ഒരു വ്യാഖ്യാനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ബീജത്തിനും ഓരോ അണ്ടത്തിനും ഒരു വ്യക്തിയാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ മനുഷ്യൻ പിറക്കുന്നതിന് മുമ്പേ മരിച്ചു പോകുന്ന മനുഷ്യന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റ് ആണെന്ന് വേണേൽ പറയാം. എന്നാൽ ജനിച്ചതിന് ശേഷം മരിച്ചു പോകുന്ന മനുഷ്യന്മാരുടെ എണ്ണം അത് വളരെ പരിമിതവുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ അതൊരു ബാല്യകാലത്ത് സംഭവിക്കുന്നത് പോലുമല്ല, ബാല്യത്തിന് മുമ്പേ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം മരിക്കുക എന്നുള്ളതല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം. മരണം വരെ ജീവിക്കാൻ ലഭിക്കുന്ന ഈ വലിയൊരു അവസരത്തെ മൂല്യാധിഷ്ഠിതമായ ഒരു പ്രിൻസിപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ പെൺകുട്ടി എവിടെയോ ചെയ്തൊരു പ്രഭാഷണം എൻ്റെ ശ്രദ്ധയിലേക്ക് വരികയുണ്ടായി. ആ പ്രഭാഷണത്തിൻ്റെ 10 or 15 മിനിറ്റ് വരുന്ന ഭാഗം ഒരുപക്ഷെ അതായിരിക്കാം ആ പെൺകുട്ടിയുടെ ഒരു എന്താ പറയുക ഈ ലോകത്തിന് ബാക്കിയാക്കാനുള്ള ഒരു സന്ദേശം എന്നുള്ളത്. ആ ഒരു പ്രഭാഷണത്തിൽ